ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് കേരള ഗവൺമെന്റിന്റെ അതിഥി പോർട്ടലിൽ ഒരാളെ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അതായത് ലേബർ കമ്മീഷണറുടെ കീഴിൽ കേരളത്തിലേക്ക് വരുന്ന എല്ലാ അതിഥി തൊഴിലാളികളും രജിസ്റ്റർ ചെയ്യണം എന്നുള്ള കേരള ഗവൺമെന്റ് ഓർഡർ ഉണ്ട്. അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഇവിടെ 3 ഓപ്ഷനാണ് നമുക്കുള്ളത്: മൈഗ്രന്റ്, എംപ്ലോയർ, കോൺട്രാക്ടർ. അപ്പൊ നമുക്കൊരു സാധാരണ അതിഥിയാണെങ്കിൽ നമ്മൾക്കിവിടെ മൈഗ്രന്റ് വർക്കറാണ് അവർ. സൈനപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എൻ്റർ നെയിം എന്നുള്ള ഭാഗത്ത് പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള ഭാഗത്ത് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് അവരുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് ജനറേറ്റ് OTP എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു വെരിഫിക്കേഷൻ കോഡ് OTP നമ്മുടെ മൊബൈലിലോട്ട് സെൻഡ് ആയിട്ടുണ്ടാവും, അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് അതേ പാസ്വേഡ് തന്നെ ഇവിടെ കൺഫേം ചെയ്യുക. അതിനുശേഷം താഴെയുള്ള ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്നിട്ട് കാണിക്കും. ലോഗിൻ യൂസർ നെയിം എന്നുള്ളത് നമ്മുടെ മൊബൈൽ നമ്പർ തന്നെയായിരിക്കും വരിക. ഇവിടെ ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. യൂസർ നെയിം എന്നുള്ള ഭാഗത്ത് മൊബൈൽ നമ്പറും നമ്മൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡും കൊടുത്ത് ക്യാപ്ച കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ മൈ പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ കാണിക്കും. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതിനകത്ത് നമുക്ക് 4 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്ന് സ്കിൽസ് ഡീറ്റെയിൽസ്, ഒരു ആൾട്ടർനേറ്റ് കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫാമിലി ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അപ്ലോഡ് ഫോട്ടോ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്തേക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. അതിനായിട്ട് ആദ്യം തന്നെ ഏജ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ജെൻഡർ സെലക്ട് ചെയ്യുക, ഒക്യുപ്പേഷൻ എന്നുള്ളത് ഏത് വിഭാഗത്തിലാണ് ജോലി ചെയ്യുന്നത് ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ബിൽഡിങ്ങിന്റെ ഒക്കെ വർക്കേഴ്സ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. മൈഗ്രന്റ് ലാംഗ്വേജ് എന്നുള്ള ഭാഗത്ത് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് മൈഗ്രന്റ് സ്റ്റേറ്റ് എന്നുള്ള ഭാഗത്ത് ഏത് സ്റ്റേറ്റ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നേറ്റീവ് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. നേറ്റീവ് പോലീസ് സ്റ്റേഷൻ ഏതാണോ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റെസിഡന്റ് അഡ്രസ് കേരളത്തിലത് ഇവിടെ കൊടുക്കുക. അതുപോലെ തന്നെ നേറ്റീവ് അഡ്രസ് ഏതാണോ അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് ഈ ഒരു അതിഥി തൊഴിലാളി എവിടെയാണ് സ്റ്റേ ചെയ്യുന്ന ജില്ല എന്നുള്ളതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏതാണോ താലൂക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏതാണോ വില്ലേജ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് എംപ്ലോയ്മെന്റ് ടൈപ്പ് ആണ്, അത് ഏത് ടൈപ്പ് ആണെന്നുള്ളത് ഒരു കോൺട്രാക്ടറുടെ കീഴിലാണെങ്കിൽ ഒരു കോൺട്രാക്ടർ കീഴിൽ, മറ്റുള്ളതാണെങ്കിൽ മറ്റുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. കോൺട്രാക്ടറുടെ പേരോടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ യൂസർ ആയിട്ടുള്ള ആളുകളുടെ പേരോടെ കാണിക്കും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കോൺട്രാക്ടർ എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഓഫീസ് എന്നുള്ള ഭാഗത്ത് ഏതാണ് അസിസ്റ്റന്റ് ലേബർ ഓഫീസ് വരുന്നത്, ഏതിന്റെ അണ്ടറിലാണ് നമുക്ക് വരുന്നത് എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൈഗ്രന്റിന്റെ ID പ്രൂഫ് അല്ലെങ്കിൽ ആധാർ പ്രൂഫാണ് ഇവിടെ ചോദിക്കുന്നത്. അത് ഓൾറെഡി നമ്മൾ ആധാർ നമ്പർ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒന്നുകൂടി ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ അപ്ഡേറ്റ് സക്സസ്ഫുള്ളി എന്നിട്ട് കാണിക്കും. അടുത്തതായിട്ട് സ്കിൽ ഡീറ്റെയിൽസുകൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് അറിയുന്നത് കാര്യങ്ങളൊക്കെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്തൊക്കെ തരത്തിലുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഫാമിലി ഡീറ്റെയിൽസുകളാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ അച്ഛന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ റിലേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആഡ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് ക്ലോസ് ചെയ്യാം. പിന്നെയുള്ളത് നമ്മൾ അപ്ലോഡ് ഡോക്യുമെന്റ് ആണ്. ഇതിനകത്ത് ആധാർ കാർഡ് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം യെസ് കൊടുത്ത് ആ ഒരു ആധാർ കാർഡ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫോട്ടോയും ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിലേക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒരു അതിഥി പോർട്ടലിൽ ഒരു അതിഥി തൊഴിലാളി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്.